ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് അടിപൊളി വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം നമുക്കൊരു കടായി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഓയിൽ വേണ്ട കേട്ടോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് മതി. അല്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അല്പം കടുക് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പുതിയ വെറൈറ്റി ഐറ്റംസുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണേ. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അല്പം ഇഞ്ചി, വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് കുറച്ച് ഇടുന്നത്. ഞാൻ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒടിച്ച് പേസ്റ്റാക്കി എടുത്ത് വെക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണത്. കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചാട്ട, പേസ്റ്റ് അല്ല, ക്രഷ് ആക്കി വെച്ചാണ്. അതെടുത്തിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട ഐറ്റം ക്യാരറ്റ്, ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ്, കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. ഇത് നേരത്തെ ക്രഷ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് റെഡിയാവുമല്ലോ. തേങ്ങയെല്ലാം കുക്കറിനകത്തിട്ട് മിക്സ് ചെയ്ത് ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൈ കൊണ്ട് ഐറ്റംസും എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല. പിന്നെ അതിൻ്റെ കൂടെ റവയും കൂടി അങ്ങോട്ട്, വറുത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണം. വറുത്ത റവ എടുക്കാം. 2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് റവയും ക്യാരറ്റ്, തേങ്ങ, ബീൻസ് എല്ലാം കൂടി ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് അല്പം ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം 1 സ്പൂൺ ഉപ്പ്, പഞ്ചസാര 1 സ്പൂൺ ഇടാം. ഉപ്പ് എത്രയാണോ ഇടണോ അതിൻ്റെ ഇരട്ടി പഞ്ചസാര ചേർക്കണം. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പഞ്ചസാര ഇപ്പോൾ ഷുഗറുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നില്ല. 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. തിളക്കുന്നില്ല, വെള്ളം തിളക്കണ്ട, ചൂടായാൽ മതി. ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ നെയ്യ്. അത് നന്നായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. എന്നിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് തൈര്, 1/2 കപ്പ് തൈര്. അത് പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് തൈരും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യണം. തൈര് ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതി. ഓക്കെ, എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുപോലെ ഇരിക്കും. അതല്പം ഞങ്ങളുടെ മല്ലിയില കൂടി ഇട്ട് ദം ചെയ്ത് വെക്കാം കുറച്ച് നേരം. ആ നേരം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് 2 മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരല്പം ഉപ്പ് ചേർക്കാം. സ്വല്പം ഉപ്പ് ചേർത്തിട്ട്, ഞാൻ എളുപ്പം പണി ക്ലീനായിട്ട് ചെയ്യണേ. ഗ്ലാസ്സിലെടുത്ത് അടിക്കാനൊന്നുമില്ല, ഇങ്ങനെ മതി. പെട്ടെന്ന് അത് വെന്ത് കിട്ടിയാൽ മതി മുട്ട. എന്നിട്ട് ഇങ്ങനെ അത് നന്നായിട്ട് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മുട്ട വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവിലേക്ക്, വെറൈറ്റി ഉപ്പുമാവ്, അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഈ സമയമായപ്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണേ. ഞാൻ ആ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് അതിലേക്ക് മറന്നുപോയി. നമുക്ക് ഞങ്ങളുടെ ഉപ്പുമാവ് എടുത്തിട്ട് അതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളിയാണ്. കുട്ടികൾക്കും ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ തോന്നുവേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവരും ഇത് കഴിച്ചോളും. എളുപ്പം പണിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.